അല്ല, ആരപ്പ വരുന്നേ? ഓ, ഇവരായിരുന്നു. ഞാൻ കരുതി വല്ല VIPസും ആയിരിക്കുന്നു. അല്ല, എല്ലാ കുരിപ്പാളും ഇവിടെ എത്തിക്കണല്ലോ. എത്തിനാ പിന്നെ ചിറ്റങ്ങളൊക്കെ വിളിച്ചെടുത്തിരിക്കണത്? വെറുതെ തിന്നു കുടിച്ചാൻ വേണ്ടിട്ട്. ഹേ ഓൾഡ് ലേഡി, ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാനൊന്നുമല്ല വന്നത്. ഞങ്ങൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. എനിക്കത്തെ കണ്ണ് കാണൂലേ? ചെത്തിന് പൊട്ടക്കണ്ണാടി വെച്ച് നടക്കുന്നുണ്ട്. എന്റെ മോളല്ലേ നാളെ ഒളിച്ചോടി പോയത്? ഓൾ തിരിച്ചു വന്നേക്കണാ? ഓ മൈ ഗോഡ്, ഈ ഓൾഡ് ലേഡിയെ കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാ. ദേ മിനി, ഞാൻ പോവട്ടോ. നീ ഇവരെ എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി വിളിച്ചതാണോ? അന്നപ്പത്തിനിപ്പോ ഞാൻ കരിവാരി തേക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എന്റെ മുഖത്ത് മീവൻ കരി തന്നെയാണ്. ഓ മൈ ഗോഡ്, ഐ കാൻ കൺട്രോൾ മൈസെൽഫ്. ഓ ഈ ഓൾഡ് ലേഡി. ഇവർ ഇംഗ്ലീഷ് പഠിപ്പിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പറയാതെ നമ്മൾ നല്ലോണം പറയും. കദീസുമ്മ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എനിക്കാവൂലേ? അനക്ക് വേണ്ടിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ ഗിഫ്റ്റാണ്. ആമി എന്തേ പോന്നില്ലേ? ആമി എങ്ങനെ പോരാനാ? ഓളാ തള്ളണ്ടല്ലോ സുബൈദ. ഓളെ 4 ദിവസം ഓളെ പെരീക്ക് പോയിട്ട് ഞാൻ ആമിനോട് അപ്പൊ തന്നെ പറഞ്ഞത് എനിക്ക് പോണ്ട, അവിടെ നിന്നോന്ന്. ഓളപ്പ പറഞ്ഞപ്പോ കേട്ടില്ല. അതുകൊണ്ട് പത്താ ഓക്കൊരു ബിരിയാണി പോയി കിട്ടി. അല്ല പത്താ എത്ര രണ്ടാളും ഇവിടെ കുന്തം കുഞ്ഞമായി നിൽക്കുന്നുണ്ട്. അവർ മാറിക്കി. ഇന്ന മനെ എനിക്കിന്റെ ഭാഗ സമ്മാനം. ഈ കദീസുമാന്റെ ഭാഗം എനിക്കൊത്ത് കിട്ടില്ല എന്ന് പറയരുത്. ഈ കദീസുമാരുടെ ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ കുട്ടികൾക്ക് ഒരു രസമല്ലേ കിട്ടുമ്പോ. ഇപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കല്ലേ അമ്മേ? അതിപ്പോ തന്നെ പൊട്ടിച്ചെന്റെ ജെ. ഞാൻ പോയിട്ട് പൊട്ടിച്ചാൽ മതി. അതല്ലേ ഇതൊരു ചൊർക്ക്. വേണ്ട, ഇപ്പൊ തന്നെ പൊട്ടിക്കാം. ഇത്തവനോട് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പൊട്ടിച്ചെന്റെ ചക്ക. നമുക്ക് ചോറൊക്കെ വെച്ചിട്ടേ ഞാൻ പോയിട്ട് പൊട്ടിച്ചാൽ മതി. അതേക്കാരം നല്ലത്. അതെന്താ, ഇതിൽ വല്ല ബോംബാണോ? എന്റെ ഒരു തമാശ. ബോംബൊന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സമ്മാനം തന്നെയാണ്. ഞാൻ പോയിട്ട് പൊട്ടിച്ചാൽ മതിന്നേ. മോനെ ടുട്ടു, നീ അതവിടെ വെച്ചേക്ക്. നമുക്ക് കദീസുമ പോയിട്ട് തന്നെ പൊട്ടിക്കാം. അതാ നല്ലത്. എനിക്ക് തന്നെ ഇവിടെ 2 മുന്തൊക്കെ ഉള്ളൂ. നമുക്ക് കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിച്ചിട്ടല്ലേ? അമ്മയുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അല്ലോ, ഇജ്ജ് പാട്ടും പാടോ? പിന്നല്ലാതെ, ഞങ്ങൾ വലിയ സംഗീത ഫാമിലി അല്ലേ. ഞാനേ സമൂഹഗാനം വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. നമുക്ക് മാണൊരു പാട്ട് പാടാം. മോളെ മിന്നു, നീയും ചിഞ്ചും കൂടി ആ കേക്ക് പോയി എടുത്തോണ്ട് വന്നേ. ശരി അച്ഛാ. കദീസുമ, നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ. ആയിക്കോട്ടെ. ഓ, വരുന്നുണ്ട്. ഇവിടെ സ്ഥലമില്ല നിങ്ങൾക്ക് ഇരിക്കാൻ. ദേ ആ നിലത്തിരുന്നോളൂ. അങ്ങോട്ട് മാറിക്കടി കുട്ടി പിശാചേ. ഇരിക്കാൻ സ്ഥലമില്ലാന്ന് പറയാൻ എന്റെ തറവാട് സ്വത്താന്ന് എന്റെ വിചാരം. ഞാൻ 2 മൂന്നെന്താ ഏത് നേരത്തെ ഇങ്ങനെ തന്നെ. കദീസുമാരുടെ സുഖമല്ലേ? അയച്ചപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. കിട്ടാളത് കിട്ടിയപ്പോ 2ന്റെ സ്വഭാവം ശരിയായല്ലോ. പണ്ടൊക്കെ പണ്ടേ കാരണന്മാര് പറയണത് കൊടുക്കാളത് അപ്പൊ തന്നെ കൊടുക്കണം. അമ്മേ, ഇതിന്റെ കത്തി എവിടെ? അയ്യോ, കത്തി എവിടെ? ആ കേക്കിന്റെ കൂടെ കത്തിയില്ലായിരുന്നോ ചേട്ടാ? അയ്യോ, ഞാനടി വാങ്ങിച്ചപ്പോ നോക്കിയതും ഇല്ല. നീ എന്ത് ചെയ്യും? കത്തി ഇല്ലാതെ എങ്ങനെയാ കേക്ക് മുറിക്കുന്നേ? നീ എല്ലാരും കൂടി കൗന്നിരുന്ന നക്കിക്കാളി. അസ്ഥാനത്തെ തലയുടെ ഒരു തമാശ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്റെ ബർത്ത്ഡേ കൊളമാക്കാൻ വേണ്ടിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാ. എനിക്ക് ഉറപ്പുണ്ട്. അയ്യോ മോനെ, കരയല്ലേ? അയ്യോ, ഇതെന്തിനാ ചേട്ടാ? തൽക്കാലം ഇത് വെച്ച് കട്ട് ചെയ്യാൻ കേക്ക്, അല്ലാതെ എന്ത് ചെയ്യാനാ? അത് നല്ല രസായി. ആരേലും ഈ കത്തി വെച്ചത് കേക്ക് കട്ട് ചെയ്യോ? എനിക്കൊന്നും വേണ്ട. പൊന്നാര ചക്ക കിട്ടിയ കത്തോണ്ട് അവിടെ മുറിച്ച് തിന്നൂടെ. ഒരു ഓൾക്കമലൊരു കേക്കും. എന്താ ഞാൻ കേക്ക് മുറിക്കുമ്പോ ആരും ഒന്നും മിണ്ടാത്തേ? എന്താ ആരും പാട്ടൊന്നും പാടാത്തേ? ഹാപ്പി ബർത്ത്ഡേ. അയ്യേ, ഈ കദീസുമ എന്തൊക്കെയാ പാടുന്നേ? ഹാപ്പി ബർത്ത്ഡേ എന്നോ? അതന്നല്ലേ നിങ്ങൾ എല്ലാരും പാടിയത്? ഹാപ്പി ബർത്ത്ഡേ എന്ന്. അയ്യോ എന്റെ പൊന്ന് കദീസുമ, ഞങ്ങളാരും അതല്ല പാടിയത്. ഹാപ്പി ബർത്ത്ഡേ എന്നല്ലേ. ഓ, ഇവരിപ്പോഴുള്ള ലേഡീസിനൊക്കെ ഇതല്ലാതെ എന്താ അറിയാ? മുണ്ടാതെ നിന്നോ, അങ്ങനെ തൊള്ളടിച്ച് പൊട്ടിച്ച് ഞാൻ. മോളെ മിന്നു, കേക്ക് എല്ലാവർക്കും ഓരോ കഷ്ണം എടുത്ത് കൊടുത്തേ. ഇച്ചുള്ള കഷ്ണം ഞാൻ തന്നെ എടുത്തോളാം. എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാരും കഴിച്ചിട്ട് വേണം പോവാൻ. അമ്മയല്ലേ പറഞ്ഞേ അമ്മയുടെ പാട്ട് കച്ചേരിണ്ടെന്ന്? അമ്മ റെഡിയാണല്ലോ അല്ലേ? പിന്നല്ലാതെ, ഞാൻ അതിനൊക്കെ എപ്പോഴോ റെഡിയായി. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പൊന്നുമോൻ ടുട്ടുവിന് ഇന്ന് 5 വയസ്സ് തികയുകയാണ്. ഇവിടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ മോനുണ്ടാവണം. മൈക്കിങ് തന്നെ ചേട്ടാ. അമ്മേ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹനൂന. അവളെ അമ്മയോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതെയോ? അപ്പൊ ഹനൂന മോക്ക് എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. പിന്നെ എന്റെ മോൻ ടുട്ടുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവനെ പോലെ നല്ലൊരു പയ്യൻ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. ഈ പഞ്ചായത്തിൽ വേറെ ചെക്കന്മാരെ കാണാത്തോണ്ടാ. അവനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എങ്ങനെ കിട്ടാനാ? അതിനുമാണ്ടി കുർത്തക്കേടല്ലേ ചെക്കൻ്റെ അടുത്തുള്ളത്. എന്റെ മോനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. എന്റെ മോനൊരു തങ്കക്കുടമാണ്, തങ്കക്കുടം. ഇങ്ങനെ ഒരു മോനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് എന്തോരം അഭിമാനം ഉണ്ടെന്ന് അറിയാമോ? ഇവൻ ഞങ്ങളെ പ്രശസ്തി വാനോളം ഉയർത്തും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ശരിയാണ്. ഓന്റെ പേര് ദിവസം കൊണ്ട് നിങ്ങളെ പ്രശസ്തി വാനോളം ഉയർന്നോളൂ. എനിക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഞാൻ എന്റെ തൊള്ള വാടക എടുത്തുകാണ്ടല്ലോ വർത്താനം പറഞ്ഞത്. അല്ല, മുണ്ടാതെ അങ്ങോട്ട് നോക്കിയിരുന്നു. അമ്മേ, പാട്ട് പാട്, പാട്ട്. അയ്യോ, ഞാൻ പാട്ട് പാടണം മോളെ. മെനക്കെട്ട് കാണിച്ച് പാടണ്ടെന്നാല്. അല്ല, നിങ്ങളെല്ലാരും ഇത്ര നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാനൊരു പാട്ട് പാടാം. അവരും പ്രോത്സാഹിപ്പിക്കണേ. കദീസുമ പേരെന്നല്ല പറ്റത്, കണ്ണൂരിലെ പേരെന്നല്ല പറ്റത്, കഥയില്ല കാലത്തല്ല കെട്ടിയത്, ഖദറിന്റെ മകളാ ഖദറിന്റെ. നിർത്തടി എന്റെ പാട്ട്. എന്ത് കദീസുമ, കൂടുതൽ നന്നായോ? ജിന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചല്ലേ? അയ്യോ കദീസുമ, ഇതൊരു പാട്ടല്ലേ? എന്താ പറഞ്ഞത്? കദീസുമ പെരേന്നല്ല പറ്റിയതെന്നല്ലേ? പണ്ടത്തെ കാലത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ലേനോ? ഞങ്ങൾ പെരീ തന്നെ പറ്റിയില്ലേ? എന്നോടാരാ പറഞ്ഞത് എന്റെ പാപ്പാന്റെ പേര് ഖദറാണ്? ഒന്ന് കദീസുമ, അതൊരു പാട്ടല്ലേ? വെച്ചിക്കാണ്ട് എന്റെ പാപ്പാന്റെ പേര് മാറ്റാനൊന്നും പറ്റൂല. എന്റെ പാപ്പാന്റെ പേര് കുഞ്ഞാലിനാ, കുഞ്ഞാലി. പൊന്നാര കദീസുമ, നിങ്ങൾ പാപ്പാന്റെ പേര് കുഞ്ഞാലെന്ന് വെച്ചിക്കാണ്ട് പാട്ട് മാറ്റാൻ പറ്റുമോ? അവളെ അടുപ്പിലെ പാട്ട് മനസ്സിനെ വിളിച്ചു വരുത്തിക്കാണ്ട് ഓളെ നാണം കെടുത്തേ. പിന്നെ അടുത്ത് നിങ്ങൾ പാടിക്കൊളി പാട്ട്. മൈ ഗോഡ്, ഈ ഓൾഡ് ലേഡിയുടെ പാട്ട് കേൾക്കുന്നതിനേക്കാളും നല്ലത് പശു അലർന്നത് കേൾക്കുന്നതാ. നമ്മളെടുത്ത് പണ്ടത്തെ കുറെ പാട്ടാളുണ്ട്. വേറെ കുറെ പാട്ടുണ്ട്, അതുകൂടി പാടാം. പന്തല് പൊളിഞ്ഞാടും
ഗ്ലൂക്കോസും വെള്ളം. എന്റെ ദൈവമേ ചേച്ചി ഇവിടുത്തെ നിർത്തുന്ന മട്ടല്ലല്ലോ. കതീസുമ ഇനി നമുക്ക് പിന്നെ പാടാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ തന്നെ പാടണം. എന്താണെന്ന് അറിയില്ല, എന്തുകൊണ്ടെന്ന് അറിയില്ല, ആവി വന്നില്ല, കുട്ടീനാവി വന്നില്ല, എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ, മൈസൂര് പഴം കൂട്ടി അടിക്കും ഞാനേ. എന്റെ ദൈവമേ ഏത് നേരത്താണോ ഇവരോട് പാട്ട് പാടാൻ പറയാൻ തോന്നിയത്? ചിഞ്ചു ഇവരെ പാട്ട് നിർത്താൻ വല്ല വഴിയുണ്ടോ? വേറെ പണിയല്ലേ, പാടിക്കോ എന്ന് പറഞ്ഞ് മൈക്ക് കൊടുത്തേ. ഞാൻ അനുഭവിച്ചോ? ഇത് ഞാൻ അറിഞ്ഞോടി ഇവരെങ്ങനെയൊക്കെ കാണിക്കുന്നത്. അയ്യോ ഇനി എന്താ ഒരു ഐഡിയ? ഒരു ഐഡിയ ഉണ്ട്. കതീസുമ്മ ചോറൊക്കെ തീരാറായി എന്നാ തോന്നുന്നേ, എല്ലാരും കഴിച്ചു പോകുന്നുണ്ട്. ഇതെന്റെ പഠിച്ചോനെ ചോറ് തീരെ നീ കുന്ത്രാണെന്ന് പിടിച്ചാ ഞാൻ പോയി ചോറ് തിന്നട്ടെ. സമാധാനായി. അമ്മ ഇനി പാട്ട് പാടിയിരിക്കണോ? എന്റെ പാട്ട് പാടി കഴിഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാരും കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കേ. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, ഞങ്ങൾ പോവാ. അമ്മ ഇവിടെ പാട്ട് പാടിയിരുന്നു. എല്ലാരും പോയി. ടുട്ടുപോനെ നീ ഇവിടെ നിൽക്ക്. പൊന്നമ്മേ അച്ഛനെ ഇവിടെ നിർത്തിക്കോ, ഞാൻ പോവാ. ഇനി ഞാനെന്നാ അങ്ങോട്ട്? അല്ലേലും നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ഒരു ഇഷ്ടവും ഇല്ല, അതുകൊണ്ടല്ലേ എന്റെ പാട്ടൊന്നും കേൾക്കാതെ പോകുന്നേ. എന്റെ പൊന്നു മിനി എത്ര നേരാന്ന് വെച്ചാ നിന്റെ ഈ കൈതരാഗം കേട്ടിരിക്കുന്നേ? എന്ത്? അല്ല നിന്റെ ഈ സുന്ദരമായ ശബ്ദം കേട്ടിരിക്കാൻ നല്ല രസമാണെന്ന് പറയായിരുന്നു. ആണോ ചേട്ടാ? എന്നാ ഞാനേ വേറൊരു പാട്ട് പാടാം. എന്റെ ദൈവമേ ചെവിയിൽ പഞ്ഞു തിരികെ ഇരിക്കേണ്ടി വരും. ഞാൻ പാടട്ടെ ചേട്ടാ? കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. പിന്നെ നിന്റെ ഈ പാട്ട് കേട്ടേ കാറ്റും മഴയും വന്ന വഴിക്ക് പോകും. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് മനുഷ്യൻ ആകെ ക്ഷീണിച്ചു. അതെ ഞങ്ങളും പോയി കിടക്കുക. അയ്യോ കിടക്കാൻ വരട്ടെ, നമുക്ക് കതീസമ്മയുടെ ഗിഫ്റ്റ് തുറന്നു നോക്കണ്ടേ? കതീസമ്മ കാര്യമായിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ശരിയാ, പെട്ടിക്ക് നല്ല കനമുണ്ട്. അതിൽ കൈയിട്ട് വരാൻ ആരും വരണ്ട, ഞാൻ ആർക്കും തരില്ല. ടുട്ടു ചോക്ലേറ്റ്സ് ആണെങ്കിലേ എനിക്ക് ഒരു ഡയറി മിൽക്ക് താടാ. നിനക്ക് ഡയറി മിൽക്ക് പോയിട്ട് ഒരു മിഠായി പോലും ഞാൻ തരില്ല. അമ്മേ ദൈവം പറയുന്നത് നോക്കിക്കേ. നിങ്ങൾ രണ്ടുപേരും വേഗം ഒന്ന് തുറന്നു നോക്ക്. അതെ ഇനി എനിക്ക് പറ്റിയ വല്ല സാധനമാണെങ്കിലോ? വഴക്കുണ്ടാകാതെ ഒന്ന് തുറന്നു നോക്ക്. എന്താ മിനി ഒരുപാട് സാധനങ്ങളുണ്ടോ? ദേ വന്ന് നോക്ക്. അങ്ങോട്ട് മാറി നിൽക്കമ്മേ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യേ നിനക്ക് അങ്ങനെ തന്നെ വേണടാ. ഈ കതീസുമാർക്ക് എന്താ വട്ടാണോ ഈ ചീഞ്ഞ പച്ചക്കറി ഇങ്ങോട്ട് കൊണ്ടുവരാൻ? അയ്യേ മണത്തിട്ട് നിൽക്കാൻ വയ്യ. എന്തൊരു നാറ്റമാ. ടുട്ടു നീ തന്നെ മുഴുവൻ എടുത്തോട്ടാ, എനിക്ക് വേണ്ട. ഓടി അവിടുന്ന്.